രാഷ്ട്രപതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ദ്രൗപദി മുർമു വളരെ ഒരു താഴ്ന്ന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പദവി അലങ്കരിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് BJP-ക്കാർ അതിനെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്ന സമയത്ത് അത് സഹിക്കാൻ വയ്യാത്ത ഒരു കോൺഗ്രസിൻ്റെ ഒരു ജമീന്ദാരി മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് BJP എന്നുള്ള ഈ ആരോപിക്കപ്പെടുന്നവരെല്ലാവരും, സോണിയാഗാന്ധിയെ കുറ്റപ്പെടുന്നവരെല്ലാവരും അവർ പിന്നെ ഉന്നയിക്കുന്ന കാര്യം. ഇതിനെ എങ്ങനെ നോക്കുക? അതിലൊരു കഥയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി മുർമു പട്ടികവിഭാഗക്കാരിയായിട്ടുള്ള ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. അവർ വളരെ സ്ട്രഗിൾ ചെയ്ത് ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ്. അവർ രാഷ്ട്രപതി ആവുന്നത് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടതാണ്. അത് രാജ്യത്ത് ആദ്യമായിട്ട് പട്ടികവിഭാഗത്തിൽപ്പെട്ട ഒരാൾ രാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണല്ലോ, അവരെ എന്തുകൊണ്ട് പ്രസിഡൻ്റ് ആക്കുന്നു എന്നുള്ളത്. ആ ഡിസിഷൻ എടുത്ത പാർട്ടിക്ക്, ആ ഡിസിഷൻ എടുത്ത നേതാക്കൾക്കൊക്കെ വേറെ താല്പര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ടാവാം. ഈ ലക്ഷ്യത്തെ വലിയ തോതിൽ ഇപ്പോൾ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്രപതിയെ അവർ പട്ടിക വിഭാഗക്കാരി ആയി എന്നുള്ളത് കൊണ്ടാണ് ഈ സോണിയാഗാന്ധി ഇങ്ങനെ പരാമർശിച്ചത് എന്ന് വിമർശിക്കുന്ന ആളുകൾ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ അറിയണ്ടേ. 1999 മുതൽ 2004 വരെ അധികാരത്തിലിരുന്ന BJP സർക്കാരിൻ്റെ കാലത്താണ് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. അന്നാണ് ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ ഒരു വലിയ വംശഹത്യാശ്രമം ഉണ്ടായത്. ആ വംശഹത്യാശ്രമം തടയുന്നതിന് പട്ടാളത്തെ അയക്കണം എന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന AB വാജ്പേയി പ്രധാനമന്ത്രിയും LK അദ്വാനി ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ഭരണകൂടം എങ്ങനെയാണ് ആ രാഷ്ട്രപതിയെ കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രപതി ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ എങ്ങനെയാണ് അന്നത്തെ BJP ഭരണകൂടം പെരുമാറിയതെന്ന് നമുക്കറിയാം. അവരതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ആവശ്യപ്പെട്ടിട്ട് പോലും മൈൻഡ് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ രേഖകൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതുപോലും ഈ രാജ്യത്ത് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഇതവിടെ ഉണ്ട്. ഒരു ദളിത് രാഷ്ട്രപതിയെ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ ഭരണകൂടം മുൻകാലത്ത് കൈകാര്യം ചെയ്തത്, അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വന്ന സംഗതിയിലേക്ക് നയിച്ച ഘട്ടത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി എവിടെയാണ് ഇരുന്നിരുന്നതെന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അലിഗേഷനിൽ വലിയ കഥയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കവുമായി ചേർന്നുകൊണ്ട് എന്തിനാണ് ഈ വൃഥാവ്യായാമം എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന രാഷ്ട്രപതിയെ അവഹേളിക്കലല്ല, അവരെ കുറെ കൂടെ അവരുടെ വാക്കുകൾക്ക് കുറെ കൂടെ പ്രസക്തി ഉണ്ടാകുന്ന വിധത്തിൽ വേണ്ടേ ഭരണകൂടം പ്രവർത്തിക്കാൻ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ് സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധി ചെയ്യുന്നത്. പിന്നെ അത് ഇംഗ്ലീഷിലാവുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഇംഗ്ലീഷിൽ പുവർ തിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇതെന്തോ ഒരു മോശം സംഗതിയാണ് എന്ന്. നമ്മൾ മലയാളത്തിൽ പാവം എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ ഇംഗ്ലീഷിൽ പുവർ തിങ് എന്ന് പറയുന്നത്. അവർ ഈ വേഷം കെട്ടാൻ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞത് ആവർത്തിക്കാൻ ഇത്രയും നേരം നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ള പ്രയാസം പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് പൊളിറ്റിക്കലായിട്ടുള്ള അർത്ഥങ്ങൾ വേറെയുണ്ട്. ആ അർത്ഥങ്ങൾക്ക് മറുപടി പറയേണ്ടത് രാഷ്ട്രപതിയല്ല, അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്.